സുബ്ഹ് വാങ്ക് കേട്ടുകൊണ്ട് ഉണരുന്ന, അതല്ലെങ്കിൽ അതിന് മുമ്പ് തഹജ്ജുദിനായി ഉണരുന്ന ഒരു മനുഷ്യൻ ഒരു നയാപൈസയും ബില്ലടക്കുന്നില്ല. അവൻ്റെ ശരീരത്തിലെ സുപ്രധാന പാർട്ടുകളായ ഓക്സിജൻ്റെയും കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ എന്നും പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പോൾ ആ അഹ്യാന എന്ന വാക്കിൻ്റെ ഗൗരവം ഒന്നാലോചിച്ച് നോക്കുക. അൽഹംദുലില്ലാ, വർക്ക്ഷോപ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ ഈ പറയുന്ന 6 സെല്ലുകൾക്കും ഘടകങ്ങൾക്കും അതിന് തലേന്ന് പകൽ ഫുള്ളായിട്ട് പണിയെടുത്തപ്പോൾ സംഭവിച്ചിട്ടുള്ള മരവിപ്പ്, ബഅദമാ അമാതന, ആ മരവിപ്പുകളൊക്കെ തീർത്ത് മുഴുവൻ സെല്ലുകൾക്കും ആവശ്യമാകുന്ന നവചേതന, ഹയാത്ത്, അത് നൽകിയ വർക്ക്ഷോപ്പ് ഉടമയായിട്ടുള്ള അല്ലാഹുവേ അൽഹംദുലില്ലാ, നിനക്ക് സ്തുതി. വ ഇലൈഹിൻ നുശൂർ, ഈ വർക്ക്ഷോപ്പിൽ വെച്ചുകൊണ്ട് നീ ഘടിപ്പിച്ചിട്ടുള്ള, നീ നവോന്മേഷം നൽകിയിട്ടുള്ള ഈ എല്ലാ പാർട്ടുകളും സ്പെയർ പാർട്ടുകളും ഇതെല്ലാം കൂടി ഓരോ ദിവസത്തെയും നിൻ്റെ വർക്ക്ഷോപ്പ് റീജനറേഷൻ വഴി ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരൊറ്റ പാർട്ടിനെയും ഒഴിവാക്കാതെ അവയെല്ലാം തന്നെ നാളെ ഒന്നുകൂടി പുനർജനിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു രാത്രിയിലാണ് നിൻ്റെ റീജനറേഷൻ നടത്തിയതെങ്കിൽ അത് ഏതാനും പാർട്ടുകളിൽ മാത്രമായിരിക്കും. എന്നാൽ ഒരു 70 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആ കാലയളവിൽ എത്രമാത്രം പാർട്ടുകളും സ്പെയർ പാർട്ടുകളും കയറി ഇറങ്ങിപ്പോയിട്ടുണ്ടാകുമോ, അവയെല്ലാറ്റിനെയും കൂടി ഒന്നുകൂടി റീജനറേഷൻ, പുതുതായ ഒരു ഉൽപ്പാദിപ്പിക്കൽ അത് ഉണ്ട്. ഈ ഒന്നാമത്തെ റീജനറേഷൻ വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന വമ്പൻ ജനറേഷനെ സംബന്ധിച്ച് ഞാൻ ഉത്ബുദ്ധനാകുന്നു. അതാണ് ഇലൈഹിൻ നുശൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ള കൈ, അതിലെ ഓക്സിജനെയും കാർബണിനെയും ഹൈഡ്രജനെയും നൈട്രജനെയും കാൽസ്യത്തെയും ഫോസ്ഫറസിനെയും ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും മറ്റൊരാളെ കൈകൊണ്ട് ദ്രോഹിച്ചാൽ ആ ദ്രോഹിക്കുന്നതിൽ പങ്കാളിയായിട്ടുള്ള മുഴുവൻ ഈ സെല്ലുകളെയും നുശൂറിന് വിധേയമാക്കും. എന്ന് വെച്ചാൽ ജനറേഷന് വിധേയമാക്കും. ആ അവസരത്തിൽ ആ പാർട്ടുകൾ അവിടെ വെച്ചുകൊണ്ട്, പരലോകത്ത് വെച്ചുകൊണ്ട് സൃഷ്ടി പ്രാപിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. എന്താണ് സംസാരിക്കുക? ഖുർആനിലെ യാസീൻ സൂറത്തിൽ കാണാൻ കഴിയുന്നതാണ്. വതുകല്ലിമുനാ ഐദീഹിം വഅർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവൻ്റെ 20ാമത്തെ വയസ്സിൽ തല്ലാൻ ഉപയോഗിച്ചിരുന്ന കൈ തൽസമയത്ത് ആ
അടിക്ക് രംഗത്തിറങ്ങിയ മുഴുവൻ പാർട്ടുകളും കൂടിയാ പറയുന്നത്. ഒത്തുകല്യമുന ഐദീഹിം, കരങ്ങൾ സംസാരിക്കുന്നു. ഇന്നാലിന്ന തീയതിക്ക് ഇന്നാലിന്ന സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഇത്ര പേരെ തല്ലി. കോശങ്ങൾ പറയുകയാണ്, കൈ പറയുകയാണ്. വതശ്ഹദു അർജുലുഹും, അപ്പോൾ കാലാണെങ്കിൽ പറയും ഞാനതിന് കാണിയാണ്. 2026 ജൂലൈ മാസം 10-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് ആ തല്ല് ഞാൻ കണ്ടിട്ടുണ്ട്. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇതാണ് നുശൂർ. ഈ നുശൂറിനെ സംബന്ധിച്ച് ഞാൻ സ്വയം ഉത്ബുദ്ധനാകുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. രാവിലെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന അവസരത്തിലെ വഇലൈഹിൻ നുശൂർ മന്ത്രത്തിൻ്റെ ആവിഷ്കാര രീതി ഇതാവുന്നു. ഹയാന, ഇപ്പോൾ ഒന്ന് ഹയാത്താക്കി തന്നു. എന്നാൽ വഇലൈഹിൻ നുശൂർ, ഇതിനേക്കാൾ വലിയ ഒരു ഹയാത്താക്കൽ അവിടെ വരാനിരിക്കുന്നുണ്ട്. തൽസമയത്ത് എൻ്റെ ഈ സെല്ലുകൾ എന്നെക്കുറിച്ച് മോശമായത് പറയാതിരിക്കാൻ, എൻ്റെ കാലുകൾ മോശമായത് സാക്ഷ്യം പറയാതിരിക്കാൻ, ഞാൻ ഉണർന്നെഴുന്നേറ്റതിന് ശേഷം കിട്ടുന്ന എൻ്റെ 17 മണിക്കൂർ വരാനിരിക്കുന്ന ബോധമനസ്സുകളിൽ ആ ബോധമനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഈ സെല്ലുകളെ കൊണ്ട് ഞാൻ വേണ്ടാത്തത് ചെയ്യില്ല എന്ന ഒരു പ്രതിജ്ഞ സ്വന്തം ശരീരത്തിനെ കൊണ്ട് സത്യവാചകം ചൊല്ലിപ്പിക്കലാണ് ബെഡിൽ നിന്നുകൊണ്ടുള്ള വഇലൈഹിൻ നുശൂർ എന്നുള്ളത്.